ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവരും ഭയങ്കര വൈറലാക്കിയ, ഫോർ എക്സാമ്പിൾ ദിയ കൃഷ്ണയൊക്കെ ഭയങ്കര വൈറലാക്കിയ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാനും ഓർത്തു വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ റീസെൻ്റായിട്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. കാരണം ബിക്കോസ് ഞാനിത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സുകൾ നമ്മൾ ലിങ്ക് ചോദിക്കും. നമ്മൾ ലിങ്ക് ചോദിച്ചില്ല വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും സൂട്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ പറ്റിയൊരടിയാണ് എനിക്കും. അപ്പോൾ അത് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മാഴ്സിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കണ്ട ആ വീഡിയോയ്ക്കകത്ത് ആ ആൾ ഏകദേശം എൻ്റെ ഒരു കളറൊക്കെ ആയിട്ട് ഏകദേശം മാച്ച് ആവുന്നൊരു കളറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആക്കും എനിക്കും ഒരേപോലെ തന്നെ സൂട്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ലിങ്കൊക്കെ ചോദിച്ച് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പം ഞാനപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാവും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ്. മാർസിൻ്റെ 10 ആണേ ഞാൻ വാങ്ങിച്ച ഷെയ്ഡ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നുമില്ല. ബട്ട് പേഴ്സണലി എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. കാണിച്ചു തരാം. പക്ഷേ ടെക്സ്ചറും സ്മെല്ലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സ്മെല്ലൊക്കെയാണ്, നല്ല ടെക്സ്ചറുമാണ്. സോ ഞാനിട്ട് നോക്കാം. ഇതാണ് ഞാനിട്ട് കഴിയുമ്പോൾ എൻ്റെ ഒരു ആഫ്റ്റർ. പക്ഷെ പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു ഫീൽ എനിക്ക് അടിക്കുന്നുണ്ട്. സോ ഞാനിത് എന്ത് ചെയ്തു, ഓക്കെ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേറെ ഷെയ്ഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിപ് ലൈനേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ നൈസായിട്ട് ഫീൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഇതാണെൻ്റെ ഒരു ഔട്ട്ലുക്ക്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ലിപ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഓക്കെ, റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് സുഡിയോയുടെ. പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് സുഡിയോയുടെ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിപ്സിൽ ഭയങ്കര പിഗ്മെൻറ്റഡ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഗൈസ്, എൻ്റെ ലിപ്പ് കുറച്ച് പിഗ്മെൻറ്റഡ് ആണ്. സോ അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റ് നൈറ്റിൻ്റെ B04 ആണ്. സുഡിയോ ആണ് കേട്ടോ. അത്ര റേറ്റൊന്നുമില്ല, 149 അത്രയൊക്കെ റേഞ്ചേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലാക്മേയുടെ ഈ ഒരു ലിപ്പ് ലൈനറും കൂടി യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ പോയി ഞാൻ യൂസ് ചെയ്ത് 02B ആണ്. ഇത്രയായി. സോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മാഴ്സിൻ്റേതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഔട്ടർ ലൈൻ കൊടുക്കുന്നത് ഇതാണ്. നമുക്കാദ്യം ഇതൊന്ന് വൈപ്പ് ചെയ്യാം. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് വൈപ്പ് ചെയ്തു. നമുക്കൊരു ഔട്ടർ ലൈൻ കൊടുക്കാം. ഔട്ടർ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഈ ഷെയ്ഡൊന്ന് കൊടുക്കാം. ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേസ് പെട്ടെന്ന് ബ്രൈറ്റ് ആകും കേട്ടോ. നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പലർക്കും പല ഡിഫറെൻ്റ് ആയതുകൊണ്ട് എഫക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ ഇതായി എന്ന് കരുതിയിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നും നിർബന്ധമില്ല. സോ നന്നായിട്ടൊന്ന് ഓക്കെ. ഇന്ന പ്രശ്നം മൊത്തം ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം കാണാൻ ഏകദേശം ഇങ്ങനെയുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു ഷെയ്ഡ് ഇട്ട് നോക്കാം.
കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. സോ ഇതാണ് ലാസ്റ്റ് റിസൾട്ട് വന്നിട്ട്. ഇതെനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഫോണിൽ കാണുന്നത് എപ്പോഴും നിങ്ങൾക്ക് വിസിബിൾ ആകും എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്. കുറച്ചധികം നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയണേ. സോ നിങ്ങളിത് മാത്രമായിട്ട് യൂസ് ചെയ്യാതെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈവൻ ബെറ്റർ ആയിരിക്കും. സോ എനിക്കിപ്പം കുറച്ച് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതായത് ഞാൻ കൊടുത്തത് ഈ ഒരു ലൈൻ കൊടുത്തു. ആൻഡ് ഈ ഒരു ലേറ്റ് നൈറ്റിൻ്റെ ഈ ഒരു ഷെയ്ഡിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഷെയ്ഡ് ഫിൽ ചെയ്തപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. സോ അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതായത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യുന്ന കരുതിട്ട് നിങ്ങൾക്ക് യൂസ് ആവുന്നില്ല. സോ എപ്പോഴും അത് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് നല്ല ആർട്ടിക്കൽ കിട്ടും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഗേൾസ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. നമ്മളിതല്ലെങ്കിൽ വേറെ രീതിയിൽ അത് യൂസ് ചെയ്യും. സോ എനിവേസ് പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രൊഡക്റ്റ് ഭയങ്കര നൈസാണ്, സ്മെല്ല് നൈസാണ്. അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഭയങ്കര ബട്ടറി ആൻഡ് സ്മൂത്താണ്. സോ വേണ്ടവർ വാങ്ങുക, അല്ലാത്തവർ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുക, കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ താങ്ക് യു ഗൈസ്, ഐ ഹോപ്പ് യു ക്യാൻ എൻജോയ്.